സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന അൽ വലീദ് ബിൻ ഖാലിദ് തലാൽ മരണത്തിന് കീഴടങ്ങി. നീണ്ട 20 വർഷങ്ങൾ കോമയിൽ കിടന്ന ശേഷമാണ് രാജകുമാരന്റെ വിയോഗം. ഇക്കഴിഞ്ഞ വർഷങ്ങളൊക്കെയും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനകളും ചികിത്സകളും തുടരുകയായിരുന്നു തലാലിന്റെ കുടുംബം. എന്നാൽ 20 വർഷത്തെ പ്രാർത്ഥനകളുടെയും പ്രത്യാശയുടെയും ഒക്കെ കാത്തിരിപ്പ് ബാക്കിയാക്കിക്കൊണ്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 2005 തന്റെ 16-ാം വയസ്സിലാണ് UK-യിലെ മിലിറ്ററി കോളേജിൽ പഠിക്കുമ്പോൾ റോഡപകടത്തിൽപ്പെട്ട് ഖാലിദിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്നതും കോമയിലാകുന്നതും. ഒരിക്കലും ആ അവസ്ഥയിൽ നിന്ന് ഖാലിദ് തിരികെ വരില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ലൈഫ് സപ്പോർട്ടിലാണ് ജീവൻ നിലനിർത്തിയിട്ടുള്ളതെന്നും ഇത് മാറ്റിയാൽ മരണം സംഭവിക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ തന്റെ മകനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അന്ന് ഖാലിദിന്റെ പിതാവ് തയ്യാറായിരുന്നില്ല. മകൻ എന്നെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന് അയാളും കുടുംബവും പ്രത്യാശിച്ചു. ആ വിശ്വാസത്തിന്റെ പുറത്ത് 36-ാം വയസ്സിൽ മകൻ മരണപ്പെടുന്നതുവരെ പ്രത്യാശ കൈവിടാതെ ആ കുടുംബം ചികിത്സ തുടർന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്കും പ്രാർത്ഥനയ്ക്കും സാക്ഷിയാവാതെ തലാൽ ജീവിതത്തോട് വിട പറയുകയായിരുന്നു. കണ്ണുകൾ തുറക്കാതെ ഒന്നും മിണ്ടാതെ നീണ്ട 20 വർഷത്തെ ഉറക്കമങ്ങനെ ആ രാജകുമാരൻ അവസാനിപ്പിച്ചു. പണം കൊണ്ട് നേടാനാവാത്തത് എന്തൊക്കെയോ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഇത്തരം ചില സംഭവങ്ങളിലൂടെയാണ്. ലോകത്ത് ഇന്നുവരെ ഉള്ളതിൽ വെച്ച് ഏത് ചികിത്സയ്ക്കും വിധേയമാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഖാലിദിന്റെ കുടുംബത്തിനുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ഖാലിദിന്റെ പിതാവ് അൽ സൗദ്. പക്ഷേ വിധി കാത്തുവെച്ചത് മാറ്റിമറിക്കാൻ ഒരു സമ്പത്തിനും സാധിക്കില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം.